ഹായ്. അപ്പോൾ രാവിലെ കുറച്ച് പണിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല ഹൈജീനിക് ആയിരിക്കണം. നമ്മൾ ഒരാളുടെ മുഖത്ത് യൂസ് ചെയ്തതാണ്. അപ്പം ബ്രഷും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ വെച്ചാൽ വേറെ നമ്മൾ ആൾക്കാർക്ക് യൂസ് ചെയ്യേണ്ട തന്നെ അത് തന്നെയല്ല, നമ്മുടെ പ്രോഡക്റ്റൊക്കെ ചീത്തയാകാതെ ഇരിക്കാനായിട്ടാണ് നല്ലത്. വർക്ക് കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ ഇതെല്ലാം ചെയ്ത് വെക്കണം. അത് മാത്രമല്ല, എനിക്ക് നാളെയും കൂടി വർക്കുണ്ട്, നാളെയും മേക്കപ്പിൻ്റെ വർക്കുണ്ട്. അപ്പം ഇപ്പം പെട്ടെന്ന് തന്നെ കയ്യോടെ തന്നെ ഇതങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ചു. അങ്ങനെയെല്ലാം ക്ലീൻ ചെയ്യലിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല. എന്ന് വെച്ചാൽ നമ്മൾ ധൃതി വെച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എല്ലാം ബോക്സും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ മൊത്തം അഴുക്കായിട്ടൊക്കെ ഇരിക്കും. അപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. അതൊക്കെ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെയാണ്. നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ് എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. നമ്മളൊരു ക്ലയൻറ്റിൻ്റെ മുന്നിലെടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവർക്കൊരു ബാഡ് ഫീലൊന്നും വരരുത്. എല്ലാം നല്ലതുപോലെ ക്ലീൻ ആയിട്ട് വെക്കണം. പിന്നെ നാളെ വർക്കുള്ളത് കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ കിടന്ന് കുറച്ച് സമയമൊക്കെ കിടന്ന് വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴായിരിക്കും ക്ലീനിങ് പരിപാടിയിലോട്ട് ഇങ്ങനെ ഈ ഒരു ഐറ്റംസൊക്കെ ക്ലീനിങ്ങിന് ഞാൻ നിൽക്കാറ്. പക്ഷേ ഇത് നാളെ വർക്കുള്ളത് കൊണ്ട് ഇന്ന് തന്നെ കയ്യോടെ തന്നെ ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയ്യോടെ തന്നെ അതാട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസിനിടയിലൊക്കെ ചില ചേച്ചിമാർ വന്ന് കമൻറ്റ് ഇടാറുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇത് തന്നെയാണോ പണിയെന്നൊക്കെ. അപ്പോൾ എൻ്റെ ജോലി എന്താണെന്ന് കൂടെ കാണിക്കാമല്ലോ. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിച്ച ബ്രഷുകളും കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മൾ ആദ്യം ഈ ബ്രഷുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ വാഷ് ചെയ്ത് ഉണക്കിയെടുക്കണം. അല്ലാണ്ട് ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിക്കോളും. വാഷ് ചെയ്ത് ഒന്ന് വെയിലത്തോ ഒക്കെ വെച്ച് ഒരു ട്രെയിലിട്ടിട്ട് വെയിലത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ബ്രഷും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. അടുത്തൊക്കെ ചെറിയ വർക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ മേക്കപ്പ് ബോക്സ് ഒന്നും കൊണ്ടുപോകത്തില്ല. ഇതുപോലെ ചെറിയ ബാഗിൽ കൊണ്ടുപോകും. ദൂരെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ മേക്കപ്പ് ബോക്സ് ഒക്കെ കൊണ്ടുപോകും. മേക്കപ്പ് ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെ കണ്ടോ, ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ്. അപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇത് കൊണ്ടുപോകും. അടുത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ബാഗിൽ അത്യാവശ്യം വേണ്ട പ്രോഡക്റ്റ് ഒക്കെ ഇട്ടിട്ട് പോകും. പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ബോക്സോട് കൂടി കൊണ്ടുപോകും. കാരണം അതിന് എല്ലാ സാധനങ്ങളും വേണമല്ലോ. പിന്നെ കോമ്പൊക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം. ചില ദിവസമൊക്കെ ചില പ്രാവശ്യമൊക്കെ മേക്കപ്പിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ പ്രോഡക്റ്റൊക്കെ എനിക്ക് മിസ്സാവാറുണ്ട്. പക്ഷെ ഇപ്പം എല്ലാം എടുത്ത് പിന്നെ ക്ലീൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അയ്യോ ഇത് കണ്ടില്ലല്ലോ, അത് കണ്ടില്ലല്ലോ. അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ച് കിട്ടും. പക്ഷെ ദൂരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രോഡക്റ്റൊക്കെ പോയിട്ടുണ്ട്. നല്ല വിലയുള്ള ഐറ്റംസ്. ഈ ഒരു ബ്രഷ് ഒക്കെ തന്നെ ആണെങ്കിലും നല്ല റേറ്റ് വരുന്ന സാധനം, കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ്. നമ്മൾ ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. ഇതിലൊന്ന് പോയാൽ തന്നെ നമുക്ക് പണിയാണ്. നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒക്കെ ബ്രഷ് ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇങ്ങനെ ബോക്സൊക്കെ വരുന്നതൊന്നും ഞാൻ ഈ ഒരു ടിഷ്യൂ വെച്ചൊക്കെ ഒന്ന് തുടച്ച്, ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ഇങ്ങനെ ചെയ്താൽ മതി. ബ്രഷും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ വീണ്ടും യൂസ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയെടുക്കണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചെയ്യുന്നത്, ബ്രഷൊക്കെ ഞാൻ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് രാവിലത്തേക്ക് ഉണങ്ങി കിട്ടണമല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ചെയ്യണം. അത് മാത്രമല്ല,
ഇപ്പം നമ്മൾ ഒരാളുടെ സ്കിന്നിനനുസരിച്ച് ബ്രഷിൽ എടുത്ത് കഴിയുമ്പോൾ വേറൊരാൾക്ക് ഇത് മാച്ച് ആവില്ല. അപ്പം കംപ്ലീറ്റ് ഇതിൽ നിന്ന് റിമൂവ് ആക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് ഒരു കുട്ടിയുടെ ആദ്യ കുർബാനയാണ്. അതിൻ്റെ വർക്ക് ബ്രൈഡൽ ഒന്നുമല്ല, ചെറിയ വർക്കല്ല, വീട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ മോൾക്കും അതിൻ്റെ ചേച്ചിക്കും അതിൻ്റെ അമ്മയ്ക്കും അങ്ങനെ കുറേ ബന്ധുക്കൾ റിലേറ്റീവ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പേർക്കുള്ള വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ എനിക്ക് 2 വർക്കുണ്ട്. നാളെയുള്ള വർക്ക് മേക്കപ്പ് വർക്കാണ്. മേക്കപ്പ്, ഹെയർ, സാരി, അങ്ങനെ 1-2 ദിവസം അടുപ്പിച്ച് തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ചിലർ പറയും നമുക്ക് പണിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അതും ഒരു പണിയാണ്, ഇതൊരു പണിയാണ്. അങ്ങനെ പണിയില്ലായ്മ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഫുൾ ബിസി ആയിരിക്കും. എല്ലാം നമ്മളുടെ ജോലി ഇതൊക്കെ തന്നെ അല്ലേ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം എടുത്ത് സെറ്റ് വെക്കാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്താ, ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ കുറേ പണികളും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ ആ ജോലികളുണ്ട്. അങ്ങനെ എന്തെല്ലാം ജോലികൾ ഒരാൾക്കില്ല അല്ലേ. ജോലിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ജോലികളല്ലേ. അയണിങ് മെഷീനും കേളിങ് മെഷീനും ഇതൊക്കെ പിന്നെ ഓൾറെഡി ക്ലീനാണ്. എന്നാലും അയണിങ് മെഷീൻ നമ്മൾ അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സൈഡും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. കാരണം ഷാമ്പൂസിൻ്റെ, എണ്ണയുടെ, ഓയിലിൻ്റെ ഒക്കെ ഇതുണ്ടാവും. നമ്മൾ എത്ര ഓയിൽ ഉണ്ടാവരുതെന്ന് പറഞ്ഞാലും ചിലരുടെ ഹെയറിൽ ഓയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പോകും. അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ ഒരു കറ പഠിച്ചിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ അത് തന്നെയല്ല, അയണിങ് മെഷീൻ പെട്ടെന്ന് ചീത്തയായിപ്പോൾ. അപ്പോൾ നല്ലതുപോലെ നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ജോലി ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ. നാളെ ഞാൻ വിചാരിച്ചു, പക്ഷേ ഇന്ന് എനിക്ക് ഫോട്ടോസ് എടുക്കാം, വർക്കിൻ്റെ ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് രാവിലെ പോയത്. പക്ഷേ ഏതൊരു മേക്കപ്പിന് പോയാലും ദൈവം സഹായിച്ച് എനിക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് മാത്രം പറ്റത്തില്ല. കാരണം ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ പറയുന്നതിനെക്കാട്ടിലും നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളുടെ വർക്കാണ് പറയുന്നതെങ്കിലും 2-3 പേരുടെ വർക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് ആ കുട്ടിയുടെ മേക്കപ്പ് മാത്രമായിരുന്നു. പിന്നെ അതിൻ്റെ ചേച്ചി, അതിൻ്റെ അമ്മ, അതിൻ്റെ റിലേറ്റീവ്സ്, അങ്ങനെ കുറേ പേരുടെയൊക്കെ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സമയം ഉണ്ടാകത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ഫോൺ വെച്ചിട്ട് വേറെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഹെൽപ്പിന് ആൾ വേണം. ഇത് ഏത് വർക്കിന് പോയാലും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, വേറെ ആരും ഉണ്ടാകത്തില്ല. ഒന്ന് എടുത്തു തരാനോ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ അല്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകുന്നു, വർക്ക് ചെയ്ത് തിരിച്ചു വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ വീഡിയോ എടുക്കൽ മാത്രം പറ്റത്തില്ല. അതിപ്പം ബ്രൈഡലിനാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒത്തിരി അബദ്ധങ്ങൾ പറ്റാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ആരും കൂടെ ഇല്ലാത്തൊരു പ്രോബ്ലം അങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിനിടയ്ക്ക് ജലദോഷം, പനി, അങ്ങനെ കുറച്ച് പ്രോബ്ലംസൊക്കെ വന്നു. അപ്പം എന്താ പറയുക, ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.